ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് കേട്ടോ. ശരിക്കും പറയുന്നത് ഇതിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് എല്ലാം റിവ്യൂ എല്ലാം കഴിഞ്ഞതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സ്മാർട്ട് വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നു, ഫോട്ടോ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് ബോക്സുമുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാമെന്ന് മാത്രം. ഡൊനോവോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്മാർട്ട് വാച്ചാണ്. എടുത്തു വേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെ കേട്ടോ. 1400 mAh ബാറ്ററി ബാക്കപ്പാണ് അവർ കൊടുക്കുന്നത്. അത് മാത്രമല്ല ഫുൾ ചാർജിങ്ങിൽ ഒരു മാസം വരെയും വർക്കാവും എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ 3 വീഡിയോസ് ആയിട്ടാണ് ചെയ്യുക. ഇന്ന് നമുക്ക് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊബൈലുമായിട്ട് സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സ്മാർട്ട് വാച്ച് ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതായാലും നമുക്ക് ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് QR കോഡ് ഞാനിത് അവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിതാ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ജോയിൻ്റ്. ഓക്കെ, നമ്മൾ ആപ്പിൾ സ്റ്റോറിലാണ് പോകുന്നത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറഞ്ഞ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സോഫ്റ്റ്വെയർ കേട്ടോ. അങ്ങനെയാണ് ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇതിൽ ഓണാക്കി കൊടുക്കണം. ഈ കോളിങ്ങിൻ്റെ ഇതിൽ പോയിട്ട് BT കോൾ എന്ന് പറഞ്ഞാൽ ഇതാവാനാണ് സാധ്യത. നമുക്ക് ഇവിടെ AK103 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ആ ഒരു സംഭവം ഇതിൽ വരണ്ടോ എന്നുള്ളത് നമ്മളെ മൊബൈലിൽ നോക്കണം. അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ഈ AK103 എന്ന് പറഞ്ഞത് 103 എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതെവിടെ വന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാവും. അതിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് പെയർ ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. ഓക്കെ, പെയർ ആവട്ടെ. അങ്ങനെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ നമ്മളിതാ മീഡിയ ഓഡിയോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. ഇതും കൂടി ഓണാക്കി കൊടുക്കണം. അതും കൂടി ഓണാക്കി കൊടുത്തു കഴിഞ്ഞാലാണ് അത് ഓണായി വരുള്ളൂ കേട്ടോ. നമുക്ക് നോക്കി നോക്കാം ഒന്നുകൂടി. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പെയറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെയറിങ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ ശരിക്കും പറയാൻ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. എല്ലാം പഠിക്കേ, ഞാനും എല്ലാം പഠിച്ചു വന്ന ആളൊന്നുമല്ല. പക്ഷെ എന്നിട്ടും ആവുന്നില്ല. എന്താണ് ടെക്നിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, എന്താണെന്ന് അറിയില്ല, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കണം. നമ്മൾ എന്തായാലും സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ട് ഇതുവഴി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവും. ചിലതെല്ലാം അങ്ങനെ ഉണ്ടാ. നമ്മളിവിടെ പെർമിഷൻ ചോദിക്കുന്നതെല്ലാം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അഗ്രി കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു യൂസർ നെയിം, ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കുന്നതാണ് പറഞ്ഞത്. അത് കൊടുക്കട്ടെ, അതിനുശേഷം എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ അതിന് ഞാനൊരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് അതിന് ശേഷം ഇതാ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഓണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ഡെയിലി ഫിറ്റ്നസ്സിൻ്റെതാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് ഇത് വഴിയാവും ചിലപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവുക. ഇവിടെ അലോ പെർമിഷൻ എല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നോക്കി നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറയാൻ കാരണം. ഞാൻ അതിന് മുമ്പ് ഒരു 6 ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചിരുന്നു. അതിന് ഈ സെയിം ഈ ഒരു സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ഫോട്ടോ വന്ന് കണ്ടില്ലേ, എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് മുമ്പ് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ കണ്ടാൽ ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലായി. എൻ്റെ ഫോട്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഒരുവിധം സ്മാർട്ട് വാച്ചുകളെല്ലാം സോഫ്റ്റ്വെയറുകൾ ചിലപ്പോൾ ഒന്ന് തന്നെയാവും. പല പല കമ്പനികളായിക്കോട്ടെ, സോഫ്റ്റ്വെയറുകളെല്ലാം ചിലപ്പോൾ ഒന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആ ഒരു സംഭവം കാണിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോസിനെല്ലാം ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇത് ചെയ്യാറുണ്ട്. ഈ വാച്ചിനെ എങ്ങനെ സെറ്റ് ചെയ്യുക. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ കമ്പനി വ്യത്യാസമായിരുന്നുണ്ടാലും സോഫ്റ്റ്വെയർ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വലിയ വലിയ ബ്രാൻഡിൻ്റെ ഇതിന് മാത്രമാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരെ. ആ ഒരു OnePlus-ൻ്റെതാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ആയിരുന്നുണ്ടാലും നത്തിങ്ങിൻ്റെതായിരുന്നുണ്ടാലും അതിനൊക്കെ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവുക. പിന്നെ നമ്മളെ ഫാസ്റ്റ് ട്രാക്കിൻ്റെത് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. ബാക്കിയുള്ള ഒരുവിധം ഇതായിട്ടുള്ള കമ്പനികൾക്കെല്ലാം ഇതേപോലത്തെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവുക.
അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടാ. നമ്മളിതാ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് കണക്റ്റ് കൊടുക്കണം. ഇവിടെ ഇതാ കണക്റ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അയ്യോ വാച്ചിൽ ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മളിതാ കണക്റ്റ് കൊടുത്തപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഓക്കെയാണ്. ഇവിടെ വന്നിട്ടുണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കണക്റ്റഡ് എന്ന് അതും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യണമെന്നുള്ള അതും വേണം നമുക്ക് നോക്കി വെക്കാം. ഇവിടെ ചോദിക്കുന്ന പെർമിഷനുകളെല്ലാം കൊടുത്തതിന് ശേഷം QR കോഡ് നമുക്കിവിടെ സ്കാൻ ചെയ്യണം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചോദിക്കുന്ന പെർമിഷൻ നോക്കുന്നുണ്ടാൽ പെട്ടെന്ന് കണക്റ്റ് ആവും കേട്ടോ. നമുക്ക് നോക്കി നോക്കാം ഒന്ന്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പിന്നീടാണ് ഈ ഒരു സംഭവം കണ്ടിട്ടാ. അത് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ലൊക്കേഷനും ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലൊക്കേഷനും ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. വിചാരിക്കണ പോലത്തെ കേസല്ല. ചിലതെല്ലാം പെട്ടെന്നാവും, ചിലതെല്ലാം കുറച്ച് പ്രയാസം ഉണ്ടാവും. നോക്കി നോക്കാം. ഇവിടെ കണക്റ്റ് ആയിട്ടില്ല ഇതുവരെയൊക്കെ ആയിട്ടും. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാ വീണ്ടും സാധനം നമുക്ക് കണക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതാ ബ്ലൂടൂത്ത് അതും പെയറായിട്ടുണ്ട്. ഇതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതെല്ലാം പെർമിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് അടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വരുന്നത് ഇനീഷ്യായിട്ടുണ്ട് കണക്റ്റഡ്. ഇതിലെല്ലാം നമുക്ക് ഇതെല്ലാം ഓണാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ളതാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചറിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്കിത് ഓണാക്കി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണത്. ഇതിവിടെ ഓക്കെ ആണ്, കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതവിടെ കണക്റ്റഡിൻ്റെ ആ ഒരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അയവാ, അടിപൊളി. ഓക്കെ, ഇപ്പോൾ സംഭവം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അലാറം എല്ലാം സെറ്റ് ചെയ്യാം. നമുക്ക് അലാറം സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിതിൽ നോക്കാനും ചെയ്യാനും. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് വാൾപേപ്പർ, മെയിനായിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്യണ്ടേ, അതിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. മെയിൻ പേജ് എന്നാണ് ഇവിടെ ഡെയിലി ഫിറ്റ്നസിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ് വരെ. നമ്മൾ എത്ര നടന്ന്, എത്ര കിലോമീറ്റർ നടന്ന്, എത്ര കലോറി റിവ്യൂ ചെയ്തു, അങ്ങനെയുള്ള ആ ഒരു ഡെയിലി ഫിറ്റ്നസിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇവിടെയാണ് നമ്മളെ മെയിൻ സംഭവം വന്നത്. വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ളതും ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു പേജിലാണ് വരിക. ഇത് നമുക്ക് ഇതാണ് എൻ്റെ ഡെയിലി ഡേറ്റയുടെ തന്നെ ഫുൾ അപ്ഡേറ്റ് വരുന്ന ആ ഒരു പേജാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പോയിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാനുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് ഇതാ ബിസിനസ് കാർഡിൻ്റെ ആ ഒരു ഓപ്ഷൻസ് ഇതിലുണ്ട്. നമുക്ക് നമ്മളെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഇത് ചെയ്യാനുള്ളതാണത്. ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഓണാക്കി ഇടാനുള്ളതാണ്. അങ്ങനെ ജസ്റ്റ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോകാം. മെയിനായിട്ടുള്ള കാര്യം ഇത് നമുക്ക് ഓണാക്കിയിട്ട് കണ്ടാൽ നമ്മൾ ഒരു എത്ര നേരം ഇരുന്ന് അപ്പോൾ നമുക്കൊന്ന് ഇതായി എണിച്ച് നടന്ന് ഓഫീസിലെല്ലാം ഇരുന്ന് പണി എടുക്കാനുള്ള ആൾക്കാർക്കുള്ളതാണിത്. ഇത് അങ്ങനെ അതേപോലെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ നമുക്ക് ഇത്ര ടൈം കഴിയുന്നുണ്ടായാലും നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇതിൽ നമുക്ക് കാണിച്ചു തരും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഡ്രിങ്ക് വാട്ടറിൻ്റെതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലാണ് വന്നുണ്ടായാലും നമ്മളെ ഫോട്ടോസും അതേപോലെ വാൾപേപ്പറെല്ലാം സെറ്റ് ചെയ്യാനുള്ള നല്ലൊരു വാൾപേപ്പർ ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഇതിൽ കണ്ടിട്ട് തോന്നുന്ന എല്ലാം ഒരുവിധം ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് നല്ലൊരു വാൾപേപ്പർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏത് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനിതാ ഇതെടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ശേഷം ഒന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് മാത്രം. വാച്ചിൽ കാണിക്കണം, നമുക്ക് നോക്കി നോക്കാം. പ്രോസസ്സിങ് നടന്നുകൊണ്ട് ഇരിക്കണ്ട. ഓക്കെ, ഇതാ വാച്ചിൽ അതിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് എന്തായാലും ആവട്ടെ. അങ്ങനെ ഇതാ അടിപൊളി ഒരു വാൾപേപ്പറാണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ഇട്ടാ, ഒരു രക്ഷമില്ല. എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി തന്നെ കേട്ടോ എടുത്ത് പറയേണ്ട കാര്യം. ഇതിൻ്റെ ആ ഒരു ഇതെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ഉള്ളി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടില്ല, അതെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ ആണ് വെക്കാനുള്ളത്. ഇനി ഈ ഒരു ഇതിക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് ഈ ഒരു ഫിൻറ്റ് വാച്ചിൽ പോയിന്നുണ്ടല്ലോ കേട്ടോ. ഈ ഒരു സംഭവം ആവേ, അത് ഞാൻ മറന്നു കണ്ടില്ലേ. ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ വാച്ച് എങ്ങനെ എവിടെയും വെച്ച് മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം അതിൽ ഇതായിട്ട് വരെ. നമ്മൾ ഏതിലാണ് പോയത് നേരത്തെ, ഇതിക്കൊന്നും എത്തിയിട്ടില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ. ശരിക്കും ഇത് ഇങ്ങോട്ട് നീക്കല്ലേ ചെയ്യട്ടെ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ,
ഇതിലാണ് ടച്ച് ചെയ്യേണ്ടത്. അതിൽ ടച്ച് ചെയ്യുന്നുണ്ടാലാണ് നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അതിലിതാ നമ്മൾ ഈ ഇതിൽ പോകുന്നു. അത് കഴിഞ്ഞ് ഇതാ അവിടെ പിക്ചറിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പിക്ചർ സെറ്റ് ചെയ്യാനുള്ള ഗാലറിക്ക് വേണമെങ്കിൽ അങ്ങനെ പോവുക, അല്ലാണ്ട് ഡയറക്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോട്ടാ. അങ്ങനത്തെ ആ ഒരു ഇതാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇവിടെ വന്നിട്ടാണ് അത് ചെയ്യാനുള്ളത്. സെറ്റിങ്സിൽ പോയിന്നുണ്ടാൽ നേരെ ഗാലറിക്ക് പോണ്. ഗാലറിയിൽ നിന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇതാ ഗാലറിയിൽ നിന്ന് ഞാനിതാ എൻ്റെ ഈ ഒരു ഫോട്ടോസാണ് ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടിപൊളി എൻ്റെ ഒരു ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്റ്റൈലെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക. എന്നിട്ട് ഇതാ ടൈമിങ് ഏതെല്ലാം കളറിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അത് മോളിലേക്ക് കയറ്റി വെക്കണം, അങ്ങോട്ട് വെക്കണം, സെൻറ്ററിലേക്ക് വെക്കണം എന്നുള്ളത് അതിനുള്ള ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. ഓക്കെ, അത് ഇതൊക്കെ ആയതിനു ശേഷം നമ്മളിതാ ഡൗൺലോഡ് കൊടുക്കുകയാണ് ചെയ്യുക. ഡൗൺലോഡ് കൊടുത്തുകൊണ്ടാൽ വാച്ചിൽ ഇപ്പോൾ കാണിക്കൂട്ടാ. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വാച്ചിൽ എത്ര ശതമാനമായി എന്നുള്ളത് കാണിക്കുന്നത്. ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ അല്ലേ? എങ്ങനെയുണ്ട് സംഭവം? സൂപ്പർ അല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇതിങ്ങനെ ഇത് വെച്ചിരുന്നോളും. നല്ല അടിപൊളി ഫോട്ടോ നമുക്ക് പിന്നീട് നമുക്ക് സെലക്ട് ചെയ്യാം. എന്തായാലും ഈ വാച്ചിൻ്റെ 3 വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. വാൾപേപ്പറല്ല, ഒരു ഇഷ്ടം പോലെ വാൾപേപ്പറുകൾ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വാൾപേപ്പറാണ്. ഇനി വേറൊരു കാര്യം നമുക്ക് നോക്കാം. നമ്മളിതിലിപ്പോൾ 2 ഇതല്ലേ ഇത് ചെയ്തത്, അത് രണ്ടും ഇതിലുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് ഇല്ല. നമ്മൾ ആ ഒരു ആദ്യം ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഇത് പോയി. എന്നുവെച്ചാൽ നമ്മൾ ഫോട്ടോ വെക്കാന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇത് നമ്മൾ വേറൊരു വാൾപേപ്പർ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോവുക ചെയ്തിട്ട് അത് ഇതിൽ കാണുന്നില്ല. ഓക്കെ, ഇത് ഓണായി വരാണ് ചെയ്തത്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ ഇതായി വരാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവം. അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്തായാലും മെയിൻ മെനു അതും ഇതൊക്കെയാണ് കാണുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോസ് എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഫിറ്റ് ക്ലൗഡ് പ്രോ എന്നുള്ളതാണ് നമ്മൾ ഈ വാച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത്. എന്തായാലും ഈ വാച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാനിതിൻ്റെ 3 വീഡിയോസ് എന്തായാലും ചെയ്യുന്നതാണ്. കമ്പനി അവകാശപ്പെടുന്നത് 1 മാസം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആ മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല എല്ലാവർക്കും സുഹൃത്തുക്കളെ? അപ്പോൾ ഇതാണ് സ്മാർട്ട് വാച്ചിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.